നടൻ ചിയാൻ വിക്രം തന്റെ കരിയറിൽ ആദ്യമായി പോലീസ് യൂണിഫോം എടുത്തണിഞ്ഞ ചിത്രം ഹരിയുടെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ സാമി. വിക്രം പോലീസായി വന്നാൽ അതിന്റെ എഫക്ട് ഏതറ്റം വരെ പോകുമെന്ന് കാണിച്ചു തന്ന ചിത്രമാണ് സാമി. കഥയിലേക്ക് വരുമ്പോൾ നായകൻ തിരുനെൽവേലി നഗരത്തിൽ പുതിയതായി ചാർജ് എടുത്ത ഡെപ്യൂട്ടി കമ്മീഷണറാണ്. ആ നഗരത്തിലെ ക്രമസമാധാനം ന്യൂട്രലൈസ് ചെയ്യാൻ ആ നഗരത്തിലെ തന്നെ കിങ് മേക്കർ അതായത് വില്ലനുമായി നായകൻ ഒരു ധാരണയിലെത്തുന്നു. കൈക്കൂലിയും വാങ്ങുന്നു, പാർഷ്യലി കറപ്റ്റ് എന്ന പോലെ. പിന്നീട് ഒരു അവസരത്തിൽ സ്വന്തം കാമുകിയുടെ മുന്നിൽ വില്ലൻ തന്നെ നായകനെ അപമാനിക്കുന്നു. അത് തന്റെ പ്രണയത്തെ ബാധിക്കുമെന്നാവുമ്പോൾ നായകൻ തന്റെ മോട്ടീവ് ആൻഡ് ഫ്ലാഷ് ബാക്ക് വെളിപ്പെടുത്തുന്നു. അതിനുശേഷം ആ നഗരത്തിലെ ക്രമസമാധാനം വില്ലൻ താറുമാറാക്കുന്നു. നായകനും വില്ലനുമായുള്ള ക്ലാഷ്. അതാണ് കഥ. പോലീസ് ഗിമ്മിക്സ് മാത്രം കുത്തി നിറയ്ക്കാതെ റൊമാൻസിനും കോമഡിക്കും കൂടി പ്രാധാന്യം നൽകിയൊരു ചിത്രം കൂടിയാണ് സാമി. ഈ ചിത്രത്തിലെ നടൻ വിവേകിന്റെ കോമഡി സീനുകളെല്ലാം തന്നെ കിടുവായിരുന്നു. എടുത്തു പറയേണ്ടത് ആ ട്രാഫിക് പോലീസുമായുള്ള സീനാണ്. ചിത്രത്തിൽ എനിക്ക് വ്യത്യസ്തത തോന്നിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച നടൻ കോട്ട ശ്രീനിവാസ് റാവുവിന്റെ. ജനങ്ങളെ ഉപദ്രവിച്ചു തറഞ്ഞ നായകൻ കല്യാണപ്പന്തലിൽ നിന്നും വില്ലന്റെ വീട്ടിലേക്ക് വരുന്നൊരു സീനുണ്ട്. നായകൻ വില്ലനെ വെല്ലുവിളിക്കുന്ന സീൻ, എന്റെ മോനെ പീക്ക് രോമാഞ്ചം. പിന്നെ ആ ക്ലൈമാക്സ് ഫൈറ്റ്, അതിലൊക്കെ വിക്രമിനെ അല്ലാതെ നമുക്ക് വേറൊരു നടനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.